2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേർതിരിവുണ്ട്. അതായത് കേരളത്തിലും ഇന്ത്യ രാജ്യത്തും മൊത്തത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ സ്ഫുരണം അതാണ്. ഒന്നെന്ന് പറയുന്നത് കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം ശക്തമായി ശക്തി പ്രാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അതിൽ കോൺഗ്രസിനോടൊപ്പം ആത്മാർത്ഥമായി നിൽക്കാൻ ശ്രമിക്കുന്ന സഖ്യകക്ഷികൾക്ക് മാത്രമേ പുരോഗതി ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കോൺഗ്രസുമായി യഥാർത്ഥത്തിൽ സഖ്യം ചെയ്തത് തങ്ങളുടെ സീറ്റ് വർധനയ്ക്കും തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിനും മാത്രമെന്ന് കരുതുന്ന ചില പാർട്ടികളുണ്ട്. അവരിൽ പ്രധാനികളാണ് ആം ആദ്മി പാർട്ടിയും കേരളത്തിലെ ഇടതുപക്ഷവുമൊക്കെ. ഇടതുപക്ഷം കോൺഗ്രസിൻ്റെ കൂടെ തമിഴ്നാട്ടിൽ നിന്ന് 2 സീറ്റുകൾ നേടിയെടുത്തു. കോൺഗ്രസിൻ്റെ ഔദാര്യത്തിൽ രാജസ്ഥാനിൽ ഒരു മണ്ഡലം നേടിയെടുത്തു. ഇത്തരത്തിൽ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ ഭൂപടത്തിൽ കയറി അവരുടെ ഔദാര്യം പറ്റി നേടിയെടുത്ത സീറ്റുകളുണ്ട്. അക്ഷരാർത്ഥത്തിൽ CPIM പോലുള്ള പാർട്ടികൾ എക്കാലത്തും കോൺഗ്രസിനെ ദ്രോഹിക്കാൻ വേണ്ടി BJPയെ സഹായിക്കാൻ വേണ്ടി പല രീതിയിലും പല രാഷ്ട്രീയ നീക്കങ്ങളും നടത്തിയ ഒരു കാര്യം തന്നെയാണുള്ളത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ കൂത്തുപറമ്പിൽ ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെ പരസ്യമായി സഹായിക്കാൻ BJP നേതൃത്വം തയ്യാറായിരുന്നു. അക്കാലത്ത് അന്ന് ജനസംഘ പാർട്ടിയായിരുന്നു എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അടിസ്ഥാനപരമായി CPIMൻ്റെ ഇപ്പോഴത്തെ നേതാവായിട്ടുള്ള MV ജയരാജൻ BJPയുമായി ഡീല് നടത്തിയതിൻ്റെ ഭാഗമായി തന്നെയാണ് പല രീതിയിലും BJPക്ക് നേട്ടം കൊയ്തെടുക്കാൻ കഴിഞ്ഞതും കേരളത്തിൽ താമര വിരിഞ്ഞതും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ്. അതായത് എൻ ബ്ലോക്കായി CPIM നേതൃത്വം CPIയെ ചതിക്കുകയാണ് ചെയ്തത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് വ്യക്തമായതുകൊണ്ട് CPI കോൺഗ്രസിലേക്ക് പോകാൻ നിൽക്കുകയാണ്. കോൺഗ്രസിലേക്ക് ചേക്കേറിയാൽ മാത്രമേ ഇനി കൃത്യമായും ഒരു ഭാവിയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള CPIയുടെ നീക്കമാണ് സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ നടന്നിരിക്കുന്നത്. വയനാട്ടിൽ CPI മത്സരിച്ചില്ലെങ്കിൽ CPM ആ സ്ഥാനം ഏറ്റെടുക്കും. ഇത്തരത്തിൽ ഏകപക്ഷീയമായി CPIMൻ്റെ നിലപാട് പറയാൻ എങ്ങനെ കഴിയും? LDFൽ ഒരു കൂട്ടുത്തരവാദിത്തമല്ലേ CPIയെ ചൊറിയാൻ ചെല്ലുന്നത്? ഒരിക്കലും നിങ്ങൾക്ക് അധികാര തുടർച്ച കിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊള്ളൂ എന്നാണ് CPI താക്കീത് കൊടുത്തിരിക്കുന്നത്. UDFിലോട്ട് ചേക്കേറുന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയാണ് എന്ന രീതിയിലേക്കാണ്. അങ്ങനെ വന്നാൽ കോൺഗ്രസുമായി പണ്ട് എങ്ങനെയായിരുന്നോ CPI നല്ല രീതിയിൽ അടുപ്പത്തിലുണ്ടായിരുന്നത് അതേ രാഷ്ട്രീയ നീക്കത്തിലേക്ക് പോകുകയും CPIMന് തകർന്ന അവസ്ഥയിലേക്ക് ബംഗാളിലും ത്രിപുരയിലും എന്താണ് സംഭവിച്ചത്? വർഷങ്ങളോളം അവിടെ ഭരണം കൈയാളിയിട്ടൊടുവിൽ ഒന്നുമില്ലാത്ത രീതിയിലേക്ക് തകർന്നടിഞ്ഞ കാഴ്ചയാണ് ബംഗാളിലും ത്രിപുരയിലും നമ്മൾ സാക്ഷ്യം വഹിച്ച കാര്യം. അതേ രീതിയിലേക്ക് ഇവിടെയും CPIM കൂപ്പുകുത്തും എന്ന് CPI താക്കീത് നൽകിയിരിക്കുകയാണ്. CPI സ്ഥാനാർത്ഥികൾക്ക് പല സ്ഥലങ്ങളിലും പല ബൂത്തുകളിലും നാമമാത്രമായ വോട്ട് കിട്ടി നാണം കെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചതിൽ പ്രധാന ഉത്തരവാദികൾ CPM ആണ്. CPM പ്രവർത്തകർ വാസ്തവത്തിൽ CPI മത്സരിച്ച് തിരുവനന്തപുരം, മാവേലിക്കര, അതുപോലെ തന്നെ വയനാട് മണ്ഡലത്തിലും ഒരു രീതിയിലും പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിച്ചില്ല. തൃശ്ശൂരിൽ പിന്നെ എടുത്തു പറയേ വേണ്ട. അവിടെ CPIM പ്രവർത്തിച്ചത് BJPയെ സഹായിക്കാൻ വേണ്ടിയാണെന്നുള്ളതിൻ്റെ തെളിവ് സഹിതമാണ് CPI വ്യക്തമാക്കുന്നത്. ഇതിലൂടെ CPIMൻ്റെ യഥാർത്ഥ വർഗീയ മുഖമാണ് വ്യക്തമാക്കുന്നത് എന്ന് CPI അതുകൊണ്ട് തന്നെയാണ് പ്രാദേശിക നേതാക്കൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഇനി ഈ രീതിയിൽ കക്ഷിഭരണവുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിലേക്ക് ആടി ഉലഞ്ഞിരിക്കുകയാണ് CPI ബന്ധം എന്ന് ബിനോയ് വിശ്വം പറയാതെ തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. കേരളത്തിൽ ഇടതുപക്ഷത്തിനകത്ത് CPIMൻ്റെ ഔദാര്യം കൊണ്ട് CPIക്ക് ജീവിക്കേണ്ട എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്നു, കട്ടായം പറഞ്ഞിരിക്കുന്നു.